എടാ ഈ ചോറ് കഴിച്ചോ? ഇല്ലടാ, വിശന്നിട്ട് പോയി. രണ്ടാമതൊന്നുമില്ല വീട്ടില്. എടാ കടയിൽ പോയിട്ട് ഒരു മുട്ട വാങ്ങി കൊടുന്ന ഒരു ബുൾസൈ അടിച്ചൂടെ? ഈ എന്ത് വർത്താനാ പറയണേ? കടയിൽ പോയിട്ട് മുട്ട മേടിച്ചോന്ന് കഴുകി അത് പൊട്ടിച്ച് അതെങ്ങാനും പൊട്ടണ സമയത്ത് ആ ഉണ്ണി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതൊക്കെ റിസ്ക് ആണ്. ഒന്നും പറ്റില്ല. എന്താ ചെയ്യുന്നത്? നമ്മള് രണ്ടാളും ഒരേപോലെ ചെയ്യലോ. വയ്യ വെറുതെ ഇരുന്നിട്ട്. കുട്ടികളെ, നിങ്ങൾ ഇവിടെ ഉള്ളവരാണോ? ഈ ഭാഗത്തൊരു വീട് കൊടുക്കാണ്ടെന്ന് പറയൂ, നിങ്ങൾ അറിയാതെ? ഏതാണത്? എടാ നമ്മളെ വാസന്റെ വീടാവേ. ആ വീട് നിങ്ങൾ വാങ്ങണത്. ആ വീട്ടിലിപ്പോ വാങ്ങിയാലും അതിന് 3 ഇരട്ടി പൈസ ഇറക്കിയാലാണ് നിങ്ങൾക്ക് അതിൽ താമസിക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ആ രാത്രിയിൽ അതിൽ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആൾക്കാർക്കൊന്നും ഇരിക്കാൻ പറ്റിയ സ്ഥലമൊന്നും അത്. നിങ്ങൾക്ക് എന്താ ഒരു 5 സെന്റ് സ്ഥലം വാങ്ങിയിട്ട് പുതിയ വീട് വെച്ചൂടെ നിങ്ങളെ ഇഷ്ടത്തിന്? നിങ്ങളെ കണ്ടത് നന്നായി, എനിക്ക് തോന്നിയത്. അല്ല കേട്ടോ, അല്ല ഇവന്റെ വാക്ക് കേട്ടിട്ട് ഇപ്പൊ നിങ്ങള് വീട് വയ്ക്കാൻ പോവാ? സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ വെച്ചാൽ ലോൺ എടുക്കണം. അതാണ് വെച്ചാൽ ജീവിതകാലം മുഴുവൻ അടക്കേണ്ടി വരും. നിങ്ങളിപ്പോ എങ്ങനെ താമസിക്കുന്നത്? ഞാൻ വാടകയ്ക്ക് ഇരിക്കുകയാണ്. അതല്ലേ നല്ലത്. റിസ്ക് എടുക്കണം ഈ വയസ്സാം കാലത്ത്, അല്ലടാ? പിന്നെ അല്ലാണ്ട്. അപ്പൊ അതാ നല്ലതില്ലേ? അല്ലേ ഇപ്പൊ സമാധാനായില്ലേ? പിന്നെ നമ്മളിവിടെ ഇരിക്കുമ്പോഴേ വാസോട്ടം വീട് വെക്കും തോന്നുന്നുണ്ടോ എനിക്ക്? എവിടെ ഇനിയിപ്പോ എവിടെ ആള് പുതിയ വീട് വയ്ക്കുന്നുണ്ടോ? ജീവിതകാലം മുഴുവൻ ആള് വാടകയ്ക്കാവും. എന്തിന്റെ ചൂടാടോ? ആടോ, ഈ ചൂടത്തെ പണിയെടുക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം. നമ്മളൊക്കെ ഭാഗ്യവന്മാരാ. അതെ, ഈ പട്ടാൾക്കാരൻ പുരുഷന്റെ വീട് അവിടെ എന്താ അവിടെ? അവിടെ ഒരു ബുള്ളറ്റ് കൊടുക്കാണ്ട് പറയണ കേട്ടോ. ആ പഴയ ബുള്ളറ്റോ? ആ തുരുമ്പിടിച്ച് കിടക്കുക. അതൊക്കെ നിങ്ങൾ വർഷോപ്പ് കൊണ്ടുപോയി നേരാക്കിയിട്ടൊക്കെ വരുമ്പോഴേക്ക് എത്ര കാശാവും? അതിനൊക്കെ നല്ല നിങ്ങൾക്ക് പുതിയ വണ്ടി മേടിക്കില്ലേ നല്ലത്. ഇനിയിപ്പോ കാശില്ലാന്നുണ്ടെങ്കിലും ഷോറൂമിൽ നിന്നൊക്കെ അടവിട്ടല്ലോ ഇല്ലടാ? പിന്നെ അങ്ങനെ ചെയ്യാം, പുതിയ വണ്ടി എടുക്കാം. അല്ല കേട്ടോ, എന്താ ഇവന്റെ വാക്ക് കേട്ടിട്ട് പുതിയ വണ്ടി എടുക്കാൻ പോവാ? തൊള്ള നിറച്ച അടവാവും. ജീവിതകാലം മുഴുവൻ അടച്ചേ തരില്ല. ഒരടവാങ്ങാനും തെറ്റിയാണല്ലോ ഒരു വണ്ടി വേണവർ പോവും. നിങ്ങളിപ്പോ എങ്ങനെ വന്ന്? ബസ്സിന്. എന്നാ അതല്ലേ നല്ലത്, ആരോഗ്യത്തിന് നല്ലതാ. 10 മിനിറ്റ് കിടന്നു കഴിഞ്ഞാ. ശരി, ഞാൻ ഇപ്പൊ എന്തിനാ ഗഡ് വന്ന്? ആ ബുള്ളറ്റേ എന്റെ ഒരു ആഗ്രഹമായിരുന്നു. പണ്ട് അയാളടുത്ത് ഞാൻ ചോദിച്ചതാടാ. അപ്പൊ അയാള് പുതിയ ബുള്ളറ്റിന്റെ വിലയാ പറഞ്ഞത്. ഇനി ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ അയാളെ വേണ്ടി ഇനി ചെലവാവില്ല. അത് അവിടെ കിടന്ന് തുരുമ്പിടിക്കട്ടാവേ. ചേട്ടാ, ആ തിരുവിൽ ഒരാൾ നെങ്ങിയവനായിട്ട് കിടക്കുന്നുണ്ട്. കുറച്ച് സീരിയസാ തോന്നുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഈ സ്ഥലം അങ്ങനെ പരിചയമില്ല. ഒന്നങ്ങോട്ട് ചെല്ലിയോ? ഞാനേ പോകുന്ന വഴിക്ക് വല്ല വണ്ടി കണ്ടവിടാ. അത് ഞങ്ങൾ ഏറ്റു. നീ വിട്ടോ. അനക്ക് വല്ല പ്രാന്തോട്ടാ, വല്ല കള്ളൂരിയന്മാരാവും. ഇനിയിപ്പോ അതുവരെ പോകണ്ടേ? ഇവിടെ ആയിരിക്കും വയ്യ പറഞ്ഞ കുഴഞ്ഞുകൂഴ. എന്താ അതൊക്കെ കൊണ്ടുപോയണ അവിടെ? നമുക്ക് ചായ കുടിക്കാൻ പോവാ. ഇത്ര പെടുത്ത് കൊണ്ടുപോയോ? എടാ ഒരു മിനിറ്റ്, ആരോ കോൾ ചെയ്യുന്നുണ്ട്. ഹലോ. അതെ. എടാ അവിടെ കുഴഞ്ഞു വീണത് അച്ഛനാടാ. വേണ്ട, അച്ഛൻ പോയി. എടാ, ഞാൻ പലപ്പോഴും പറയാറുണ്ട് നാട്ടുകാരെയും ജനങ്ങളെയും പറഞ്ഞു പറ്റിക്കരുതെന്ന്. അപ്പൊ സ്വന്തം അനുഭവം വന്നപ്പോ എന്തായി?